മഹാരാജ്യത്തെയും ദായിയായിരുന്നു സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെന്ന് അനുസ്മരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് വാചാലമായ ദായിയല്ല, മറിച്ച് ഇസ്ലാമിൻ്റെ തനതായ മുഖം ഈ രാജ്യത്തിലെ ആഭാലബുദ്ധം ജനങ്ങൾക്കും ഈ രാജ്യത്തിലെ ഇതര സമൂഹങ്ങൾക്കും ഇതര സമുദായങ്ങൾക്കും മനോഹരമായി ഇസ്ലാമിനെ പഠിക്കാൻ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളിൽ നിന്ന് സാധിച്ചു. ആ കുടുംബത്തിൽ നിന്നും സാധിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനനുസരിച്ച് അവിടുത്തെ സ്വർഗീയ ദർജകൾ ഉയർത്തിക്കൊടുക്കുമാറാവട്ടെ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇസ്ലാം എന്ന് പറയുമ്പോൾ വെറുപ്പുള്ളവർ, മുസ്ലിം എന്ന് പറയുമ്പോൾ വെറുപ്പുള്ളവർ, ഇസ്ലാമിക സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ വെറുപ്പുള്ളവർ, ഇസ്ലാമിക ചിഹ്നങ്ങളെ കാണുമ്പോൾ വെറുപ്പുള്ളവർ, പക്ഷെ അവർക്ക് പോലും മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ കാണുമ്പോൾ വെറുപ്പില്ല. മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ പ്രസംഗം കേൾക്കുമ്പോൾ വെറുപ്പില്ല. മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ സദസ്സിലുള്ള നേതൃത്വം കാണുമ്പോൾ വെറുപ്പില്ല. പക്ഷേ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്ക് കീഴിൽ കഴിയുന്ന നമ്മളെ കാണുമ്പോൾ അവർക്ക് വെറുപ്പാണ്. അവർ പലതും ചിന്തിക്കുക. കാരണം സയ്യിദ് മുഹമ്മദ് അലി നമുക്കൊക്കെ നേതൃത്വം നൽകുന്ന സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളോട് അവർക്ക് സ്നേഹമാണ്, ഇഷ്ടമാണ്. ശിഹാബ് തങ്ങളുടെ മതം തന്നെയാണ് നമ്മുടെ മതം. പക്ഷെ നമ്മൾ പലപ്പോഴും ശിഹാബ് തങ്ങളെ പോലെയല്ല. അതുകൊണ്ട് നമ്മളെ കാണുമ്പോൾ അവർക്ക് വെറുപ്പാണ്. പക്ഷേ ശിഹാബ് തങ്ങളെ കാണുമ്പോൾ അവർക്ക് ബഹുമാനാണ്, സ്നേഹമാണ്, ഇഷ്ടമാണ്. ദീനിനവർ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളിൽ നിന്നായിരുന്നു പകർത്തിയിരുന്നതെങ്കിൽ ഒരിക്കലും ദീനിനോട് ഒരാൾക്കും ഇവിടെ വെറുപ്പുണ്ടാകുമായിരുന്നില്ല. നമുക്കൊക്കെ ഒരു ശിഹാബ് തങ്ങളാകാൻ കഴിയുമായിരുന്നെങ്കിൽ നമ്മളെ കൊണ്ട് ദീനിനെ തെറ്റിദ്ധരിക്കപ്പെടുമായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ അനുസ്മരിക്കാൻ ഈ ഒരു സമയത്ത് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ ജീവിച്ചിരിക്കുന്ന കാലത്ത് കേരളത്തിലെ ഏറ്റവും വലിയ ദായിയായിരുന്നു, ഏറ്റവും വലിയ ഇസ്ലാമിക പ്രബോധകനായിരുന്നു സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെന്ന് അനുസ്മരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.